2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായതോടെ പുറത്തുവന്ന പ്രവചന ഫലങ്ങൾ സംസ്ഥാനത്ത് വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിന് വഴിമരുന്നിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിന് തിരിച്ചടി നൽകിക്കൊണ്ട് UDF അധികാരത്തിലേക്ക് തിരിച്ചെത്തുമെന്നാണ് പ്രമുഖ ഏജൻസികളെല്ലാം ഒരേപോലെ പ്രവചിക്കുന്നത്. ഭരണത്തുടർച്ചയുടെ ആത്മവിശ്വാസത്തിൽ പോളിംഗ് ബൂത്തിലെത്തിയ LDFന് കടുത്ത പ്രഹരമേൽക്കുന്ന രീതിയിലാണ് സർവേ കണക്കുകൾ പുറത്തുവരുന്നത്. വിവിധ ദേശീയ പ്രാദേശിക മാധ്യമങ്ങൾ നടത്തിയ സർവേകളിൽ UDFന് വ്യക്തമായ ഭൂരിപക്ഷമാണ് പ്രവചിക്കപ്പെടുന്നത്. ആക്സിസ് മൈ ഇന്ത്യ സർവേ പ്രകാരം UDFന് 78 മുതൽ 90 സീറ്റുകൾ വരെ ലഭിക്കാനിടയുണ്ട്. പീപ്പിൾ പൾസ് 75 മുതൽ 85 വരെ സീറ്റുകളും CNN വോട്ട് വൈബ് 70 മുതൽ 80 സീറ്റുകളും UDFന് പ്രവചിക്കുന്നു. ടൈംസ് നൗ, JVC, ചാണക്യ സ്ട്രാറ്റജീസ് തുടങ്ങിയവയും 70-ന് മുകളിൽ സീറ്റുകൾ നൽകി UDF ഭരണത്തിന് സാധ്യത കൽപ്പിക്കുന്നു. ഭരണമാറ്റം ഏതാണ്ട് ഉറപ്പായതോടെ UDF ക്യാമ്പുകളിൽ ആവേശം അണപൊട്ടിയിട്ടുണ്ടെങ്കിലും വിജയലഹരിക്കിടയിൽ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി തർക്കങ്ങൾ മറനീക്കി പുറത്തുവരികയാണ്. വോട്ടെണ്ണൽ പൂർത്തിയാകുന്നതിന് മുൻപേ തന്നെ ഗ്രൂപ്പ് പോരുകൾ സജീവമായത് പാർട്ടിക്കുള്ളിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നീ പ്രമുഖ നേതാക്കളെ കേന്ദ്രീകരിച്ച് വമ്പൻ നീക്കങ്ങളാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നത്. UDFന് ഭരണസാധ്യത കൽപ്പിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള വടംവലി പുതിയ തലങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ രാഷ്ട്രീയ ജീവിതം ആസ്പദമാക്കി നിർമ്മിച്ചുകൊണ്ടിരുന്ന ഡോക്യുമെന്ററിയെ ചൊല്ലിയുള്ള വിവാദം. KC വേണുഗോപാലിന്റെ രാഷ്ട്രീയ യാത്രയും നേട്ടങ്ങളും വിവരിക്കുന്ന ഡോക്യുമെന്ററിയുടെ ഷൂട്ടിംഗ് അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കെയാണ് നാടകീയമായി നിർത്തിവെപ്പിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള നീക്കങ്ങൾക്ക് കരുത്തു പകരാൻ ലക്ഷ്യമിട്ടായിരുന്നു ഈ ഡോക്യുമെന്ററി ഒരുക്കിയിരുന്നത്. എന്നാൽ വോട്ടെണ്ണലിന് മുൻപേ തന്നെ ഇത്തരം വ്യക്തി കേന്ദ്രീകൃത പ്രചാരണങ്ങളിൽ ഗ്രൂപ്പ് നീക്കങ്ങൾക്ക് ആക്കം കൂട്ടുമെന്ന് വിലയിരുത്തപ്പെടുന്നു. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ഡോക്യുമെന്ററി ഷൂട്ടിംഗ് നിർത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. കേരളത്തിൽ VD സതീശൻ, രമേശ് ചെന്നിത്തല ഗ്രൂപ്പുകൾക്കിടയിൽ നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾ പരിഗണിച്ചും KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തർക്കങ്ങൾ ഒഴിവാക്കാനുമാണ് ഈ കർശന നിർദ്ദേശം നൽകിയത്. ഔദ്യോഗികമായി ഷൂട്ടിംഗ് നിർത്തിവെച്ചെങ്കിലും KC വേണുഗോപാൽ ഇപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ സജീവമാണെന്ന സൂചനകൾ അദ്ദേഹത്തിന്റെ അനുയായികൾ നൽകുന്നുണ്ട്. താമരശ്ശേരി ചുരം കടന്നാൽ KC വരും എന്ന സോഷ്യൽ മീഡിയയിൽ പ്രചാരണങ്ങൾ ഇതിന്റെ ഭാഗമായാണ്. വോട്ടെണ്ണലിന് ശേഷം ഹൈക്കമാൻഡ് പിന്തുണയോടെ മുഖ്യമന്ത്രി പദത്തിലെത്താൻ KC പക്ഷം നിശബ്ദമായ കരുനീക്കങ്ങൾ നടത്തുന്നുണ്ട്. KC വേണുഗോപാലിന്റെ മുൻനിർത്തിയുള്ള ഇത്തരം നീക്കങ്ങൾ VD സതീശൻ, രമേശ് ചെന്നിത്തല പക്ഷങ്ങൾക്ക് കടുത്ത അതൃപ്തിയുണ്ട്. ഹൈക്കമാൻഡിനെ സ്വാധീനിച്ച് പദവി ഉറപ്പാക്കാനാണ് KC ശ്രമിക്കുന്നതെന്ന ആരോപണം ഈ ഗ്രൂപ്പുകൾ ഉയർത്തുന്നു. സതീശന് ലഭിക്കുന്ന ലീഗ് പിന്തുണയെ തടയാൻ KC പക്ഷം ചെന്നിത്തലയുമായി അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കുമോ എന്ന ഭയവും സതീശൻ അനുകൂലികൾക്കുണ്ട്. UDFൽ കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും നിർണായകപരമായ ശക്തിയായ മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് സ്വീകരിച്ച നിലപാട് ഗ്രൂപ്പ് സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റിമറിച്ചിരിക്കുകയാണ്. വോട്ടെണ്ണലിന് മുൻപേ തന്നെ ലീഗ് നേതൃത്വം തങ്ങളുടെ താല്പര്യം പരസ്യമാക്കിയത് കോൺഗ്രസിനുള്ളിൽ വലിയ പുകിലുകൾക്ക് കാരണമായിട്ടുണ്ട്. പ്രവചന ഫലങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തിയ പ്രതികരണം VD സതീശന് വലിയ കരുത്തായി. എക്സിറ്റ് പോളുകളിൽ സതീശന് ലഭിക്കുന്ന മുൻഗണന കേവലം കണക്കുകളല്ല, മറിച്ച് അത് ജനവികാരമാണെന്ന് തങ്ങൾ വ്യക്തമാക്കി. ഇത് സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിനോട് ലീഗിന് പൂർണ്ണ സമ്മതമാണെന്നതിന്റെ പരസ്യമായ പ്രഖ്യാപനമായി വിലയിരുത്തപ്പെടുന്നു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷം VD സതീശൻ മുസ്ലിം ലീഗുമായി പുലർത്തിയ കടുത്ത ബന്ധമാണ് ഈ പിന്തുണയ്ക്ക് പിന്നിൽ. വർഗീയതയ്ക്കെതിരെയുള്ള സതീശന്റെ ശക്തമായ നിലപാടുകളും നിയമസഭയിലെ പ്രകടനങ്ങളും ലീഗ് അണികൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത നൽകിയിട്ടുണ്ട്. ഭരണമാറ്റം ഉണ്ടായാൽ ഭരണം സുഗമമായി കൊണ്ടുപോകാൻ സതീശന്റെ നേതൃത്വം ഗുണകരമാകുമെന്ന് ലീഗ് നേതൃത്വം വിശ്വസിക്കുന്നു. ലീഗിന്റെ ഈ പച്ചക്കൊടി കാട്ടലിൽ KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല വിഭാഗത്തിന് കടുത്ത അമർഷമുണ്ട്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡും നിയമസഭാ കക്ഷിയുമാണെന്നിരിക്കെ മറ്റൊരു പാർട്ടി ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് ശരിയല്ലെന്ന് അവർ വാദിക്കുന്നു. സതീശനെ തടയാൻ വേണ്ടി KC വേണുഗോപാൽ പക്ഷം രമേശ് ചെന്നിത്തലയുമായി ചേർന്ന് ലീഗിന്റെ നീക്കങ്ങളെ പ്രതിരോധിക്കുമോ എന്ന ആശങ്കയും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ശക്തമാണ്. ലീഗ് സതീശന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ വോട്ടെണ്ണലിന് ശേഷം ഹൈക്കമാൻഡ് പ്രതിനിധികൾ ലീഗ് നേതൃത്വവുമായി പ്രത്യേക ചർച്ചകൾ നടത്തേണ്ടി വരും. ലീഗിനെ പിണക്കി ഒരു മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുക എന്നത് കോൺഗ്രസിന് പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനാൽ തന്നെ സതീശന്റെ കാര്യത്തിൽ ലീഗ് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഹൈക്കമാൻഡിന് മറ്റു വഴികൾ തേടേണ്ടി വരും. UDF ഭരണസാധ്യത കൽപ്പിക്കുന്ന എക്സിറ്റ് പോളുകൾ പുറത്തു വന്നതോടെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള തന്റെ അവകാശവാദം ശക്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവായിരുന്നിട്ടും പിന്നീട് തഴയപ്പെട്ട രമേശ് ചെന്നിത്തലയ്ക്ക് ഇത്തവണ പോരാട്ടം ഒരു രാഷ്ട്രീയ തിരിച്ചുവരവിനുള്ള അവസാന അവസരം കൂടിയാണ്. കോൺഗ്രസ് ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ ചെന്നിത്തലയ്ക്ക് ലഭിക്കേണ്ട സീനിയോറിറ്റി ഇത്തവണയെങ്കിലും ഹൈക്കമാൻഡ് പരിഗണിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ അനുകൂലിക്കുന്നവരുടെ ആവശ്യം. ഗ്രൂപ്പിന്റെ ശക്തമായ അടിത്തറയും മുൻ ആഭ്യന്തരമന്ത്രി എന്ന നിലയിലുള്ള ഭരണപരിചയവും ചെന്നിത്തലയ്ക്ക് മുൻതൂക്കം നൽകുന്നുണ്ട്. കഴിഞ്ഞ തവണ VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കിയപ്പോൾ പാർട്ടിക്ക് വേണ്ടി താൻ നടത്തിയ വിട്ടുവീഴ്ച ഇത്തവണ മുഖ്യമന്ത്രി പദത്തിലൂടെ നികത്തപ്പെടണമെന്ന് അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുസ്ലിം ലീഗ് VD സതീശന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതോടെ ചെന്നിത്തല പക്ഷം പുതിയൊരു തന്ത്രമാണ് ആവിഷ്കരിക്കുന്നത്.
KC വേണുഗോപാൽ പക്ഷത്തിന്റെ പിന്തുണ തങ്ങൾക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ചെന്നിത്തല വിഭാഗം. സതീശനെ തടയാൻ KC പക്ഷം ചെന്നിത്തലയെ തുണച്ചേക്കുമെന്ന രാഷ്ട്രീയ സൂചനകൾ ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. നിലവിൽ ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമായ ചെന്നിത്തലയ്ക്ക് ICC നേതൃത്വത്തിലുള്ള സ്വാധീനം മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള യാത്രയിൽ തുണയാകുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഗ്രൂപ്പ് ഭേദമന്യേ MLA-മാരുടെ പിന്തുണ ഉറപ്പിക്കാൻ തന്റെ വിശ്വസ്തൻ മുഖേന ചെന്നിത്തല തിരക്കിട്ട നീക്കങ്ങൾ നടത്തുന്നുണ്ട്. 2026 മെയ് മാസത്തിൽ നടക്കാനിരിക്കുന്ന വോട്ടെണ്ണൽ ദിനം കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും നിർണായകരമായ ഒന്നായിരിക്കും. ഭരണ തുടർച്ചയുടെ 10 വർഷം പൂർത്തിയാക്കിയ ഇടതുപക്ഷത്തിന് ഹാട്രിക് വിജയം നേടാൻ കഴിയുമോ, അതോ എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത് പോലെ UDF അധികാരം തിരിച്ചു പിടിക്കുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് അന്ന് ലഭിക്കുക. ഭരണമാറ്റം പ്രവചിക്കപ്പെടുമ്പോഴും അടിത്തട്ടിലെ കണക്കുകളിൽ ഇടതുപക്ഷം ഇന്നും ആത്മവിശ്വാസത്തിലാണ്. ഒരുപക്ഷേ തൂക്കുസഭയോ ചെറിയ ഭൂരിപക്ഷമോ ആണ് ലഭിക്കുന്നതെങ്കിൽ മറ്റ് രാഷ്ട്രീയ നീക്കങ്ങൾക്കും LDF തയ്യാറായേക്കും. അതിനാൽ തന്നെ വോട്ടെണ്ണൽ ദിനത്തിലെ ഓരോ നീക്കവും കേരളത്തിന്റെ അടുത്ത 5 വർഷത്തെ വിധി നിർണ്ണയിക്കുന്നതായിരിക്കും.